ഇത് കോയമ്പത്തൂരുള്ളൊരു പ്രദേശമാണ്. ഞാൻ കോയമ്പത്തൂരിൽ പോയപ്പോൾ ഈ ഭാഗത്തൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഇത് മുൻപ്, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് കരിമ്പിൻ തോട്ടമായിരുന്നു. ഇപ്പോൾ കരിമ്പിൻ്റെ യാതൊരു വിധമായിട്ടുള്ള അടയാളങ്ങളും അവിടെയില്ല. പകരം മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ജനസാന്ദ്രത കൂടിയൊരു സ്ഥലവുമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് പ്രദേശം ഇതുപോലെ ഇങ്ങനെ തരിശായിട്ട് കിടപ്പുണ്ട്. ഇതും ആൾക്കാർ വാങ്ങിയിട്ടിരിക്കുന്നതാണ്. മുൻപ് ഇത് 5000 6000 രൂപയ്ക്ക് വിറ്റിരുന്ന ഈ പുരയിടം ഇപ്പോൾ അവിടെ 15 ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് നമ്മൾ കൊടുക്കേണ്ടുന്നത്. നല്ല രീതിയിൽ റോഡുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നിരപ്പായിട്ടാണ് കാണുന്ന പ്രദേശങ്ങളൊക്കെ. കുന്നും മലകളൊന്നുമില്ല, വളരെ നിരപ്പാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ പ്രദേശത്ത് താമസിക്കാനായിട്ട് വൻ തിരക്കാണ്. കണ്ടോ, വലിയ വലിയ വീടുകളും കാറുകളും. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ, ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അവിടെ നാച്ചുറലായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ്. ആ നദി ഇപ്പോൾ അത് പൊല്യൂട്ടഡാണ്, മലിനീകരണമാണ്. കാരണം എല്ലാ വീടുകളുടെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും ഒക്കെ ഒഴുക്കി വിടുന്ന ഒരു ചാലായി മാറിയിരിക്കുന്നു. അത് കോയമ്പത്തൂരിൻ്റെ പല പ്രദേശങ്ങളിലും ഇതാണ് സ്ഥിതി. നാച്ചുറലായിട്ടുള്ള പിന്നെ തോടുകളും അരുവികളും ഒക്കെ അവർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൂടെ കടത്തിവിടും. അതുപോലെ തന്നെ വീട്ടിലെ വേസ്റ്റുകളും ഒക്കെ അതിൽ കൂടെ കടത്തിവിടും. അതുകൊണ്ട് തന്നെ വെൽ വാട്ടറുകൾ, പിന്നെ അതായത് ബോർവെല്ലായിരുന്നാലും ശരി, നമ്മളല്ലാത്ത കിണറുകളായിരുന്നാലും ശരി, അവിടെ ആ വെള്ളം ഭൂഗർഭജലം ഉപയോഗശൂന്യമാണ്. കാരണം അതിൽ നാച്ചുറലായിട്ട് തന്നെ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറലായിട്ടും അല്ലാതെ തന്നെ ഇവരുടെ ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് തള്ളുന്നത് കൊണ്ടും തന്നെ ആ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പൈപ്പ് വെള്ളം അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പൈപ്പ് വെള്ളമാണ് അവർ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മറ്റ് വെള്ളം ഒന്നും എന്ത് ചെയ്യില്ല, അവർ കുടിക്കാനായിട്ട് ഉപയോഗിക്കില്ല, പകരം കുളിക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുകൾ നിർമ്മിക്കുമ്പോൾ അവർ ഇതുപോലെ ഒരു ടാങ്ക്, വലിയ കോൺക്രീറ്റ് ടാങ്ക് അടിയിൽ അണ്ടർഗ്രൗണ്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തോ മുൻവശത്ത് തന്നെ അവർ സ്ഥാപിച്ചിരിക്കും. എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാവും. അത് നമുക്കറിയാൻ പറ്റില്ല, പക്ഷേ അവർ എല്ലാ വീടുകളും ഇതുപോലെ പിന്നെ ടാങ്ക് കെട്ടിയിട്ട് അതിൽ ശേഖരിക്കും വെള്ളം. ഒരുപാട് നാളത്തേക്ക് വേണ്ടി അവർ നല്ലൊരു ശേഖരിക്കും. അതിൻ്റെ 2 പൈപ്പ് ഉണ്ടാവും. മിക്കവാറും എല്ലാ വീട്ടിലും ഒരു സ്ഥലത്ത് തന്നെ 2 ടാപ്പുകൾ സ്ഥിതി ചെയ്യും. ഒന്ന് നല്ല വെള്ളത്തിനും മറ്റൊന്ന് പിന്നെ അവരുടെ കിണറ്റ് വെള്ളം എടുക്കുന്നതിന് വേണ്ടി. കിണറ്റ് വെള്ളം അവർ കുളിക്കുന്നതിനും മറ്റ് തുണികൾ കഴുകുന്നതിനുമൊക്കെ ഉപയോഗിക്കും.